എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഓണം നമ്മുടെ പടിവാതിക്കലെത്തി. ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പയ്യന്നൂർ ടൗണിൽ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, ബസ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, അതിന് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകൾ ടൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചുമട്ടുകാരടക്കം അങ്ങനെ വിവിധ ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നമ്മുടെ ടൗണിലേക്ക് ആളെത്തിയാൽ മാത്രമേ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ മേഖലയിൽ വരുമാനമുണ്ടാവും. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക്, ഈ സമസ്ത മേഖലയിലുള്ള ആൾക്കാർക്ക് വരുമാനമുണ്ടാകണമെങ്കിൽ ഓണത്തിന് ടൗണിലേക്ക് ആളെത്തണം. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ടൗണിനെ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഒഴിവാക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകം. ഒന്ന്, ട്രാഫിക് ജാമാണ്, എവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. രണ്ടാമത്തെ കാരണമാണ് നമ്മുടെ ടൗണിലെ വില കൂടുതൽ. നമ്മൾ സമീപസ്ഥല കടകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വർധനവാണ് നമ്മുടെ എല്ലാ മേഖലകളിലും. നല്ല തുണിത്തരങ്ങളാവട്ടെ, പച്ചക്കറി ആവട്ടെ, മത്സ്യമാവട്ടെ, മാംസമാവട്ടെ, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങളാവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, എല്ലാ മേഖലയിലും ഹോട്ടൽ വില വർധനവാവട്ടെ, എല്ലാ മേഖലയിലും വലിയ വില വർധനവാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ടൗണിനെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് കാര്യത്തിലും വലിയൊരു പുനർചിന്തനം, പൊളിച്ചെഴുത്ത് ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പയ്യന്നൂർ ടൗണ് മരിക്കും എന്ന കാര്യം ട്രാഫിക് കമ്മിറ്റിയിലും പല വീഡിയോയിലായിട്ടും വാർത്തകളിലായിട്ടും പച്ചവെളിച്ചം പറഞ്ഞിട്ടുണ്ട്. നാളെ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി ഉണ്ട്. ഈ ട്രാഫിക് കമ്മിറ്റിയിൽ പോലീസ്, നഗരസഭ, അതുപോലെ തന്നെ RTO, അതുപോലെ തന്നെ ചേംബർ, തൊഴിലാളി സംഘടനകൾ, ഓട്ടോ ബസ് തൊഴിലാളി സംഘടനകൾ, അതുപോലെ തന്നെ ബസ് മുതലാളിമാരുടെ സംഘടനകൾ, അതുപോലെ രാഷ്ട്രീയ പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ പല ആളുകളും ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാറുണ്ട്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു നേർച്ചയായിട്ടാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരു ട്രാഫിക് കമ്മിറ്റിയിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും നടക്കാറില്ല. എല്ലാവരും അവരുടെ സൗകര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരെ പറയാൻ തുടങ്ങിയാൽ ചേംബറുകാർ, കച്ചവടക്കാർ, ബസ്സുകാർ ഓട്ടോക്കാരെ പറയാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഓട്ടോക്കാർ കച്ചവടക്കാരെ കുറിച്ച് പറയും, അതുപോലെ തന്നെ ബസ്സിനെ കുറിച്ച് പറയും. അങ്ങനെ എല്ലാവരും നിയമം ലംഘിക്കുന്നുണ്ട് പയ്യന്നൂരിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ വരുന്ന സമയത്താണ് എന്തെങ്കിലും വായ തുറക്കാറുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ ട്രാഫിക് മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സമഗ്രമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. പച്ചവെളിച്ചത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഞാനായിരുന്നു. അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും അതിൽ അങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു വിമർശനം മീറ്റിങ്ങിൽ പോയി പറഞ്ഞതൊക്കെ പല ആൾക്കാർക്ക് രോഷമുണ്ടാക്കിയിട്ടുണ്ട്, വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ എന്തായാലും ട്രാഫിക് കമ്മിറ്റി ഉണ്ട്. പയ്യന്നൂർ ടൗണിലേക്ക് ആളുകൾ വരണമെങ്കിൽ നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഓണത്തിന് മുന്നിൽ ഒരാഴ്ച മുമ്പേ തന്നെ ടൗണിൽ ക്ലീൻ ആക്കാൻ വേണ്ടി തയ്യാറാവണം. ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ വരണ്ട എന്നതല്ല. കൃത്യമായിട്ട് ട്രാഫിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, കാലാകാലങ്ങളായിട്ട് ഈ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാറില്ല. അതുകൊണ്ട് പെരുമ്പ, പുതിയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസാർ, അതുപോലെ തന്നെ പഴയ സ്റ്റാൻഡ്, BKM ജംഗ്ഷൻ, ഇവിടെയൊക്കെ പോലീസിനെ വിന്യസിപ്പിക്കണം, നിർബന്ധമായിട്ട് വിന്യസിപ്പിക്കണം. അങ്ങനെ പോലീസ് ഇല്ലെങ്കിൽ അതിന് പകരം സംവിധാനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നഗരസഭ, ചേംബറിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് അതിനൊരു ഫണ്ട് കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്തണം. പോലീസ് പെട്രോളിംഗ് ആണ് അത്യാവശ്യം. അതുപോലെ തന്നെ പല റോഡുകളുണ്ട്, പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെടുന്ന പല റോഡുകളുണ്ട്. നമ്മൾക്കറിയാം ഗാന്ധി പാർക്ക് റോഡ് എന്ന് പറഞ്ഞാൽ അലങ്കോലമാണ്. നമ്മൾക്കറിയാം ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷ വെച്ചിട്ട് അലങ്കോലമായിട്ട്, അതുപോലെ തന്നെ നഗരസഭയുടെ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ വാഹനം വെച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാണ്. ഓട്ടോറിക്ഷക്കാർ ഒരു ഭാഗത്ത് മാത്രം വെക്കണം, രണ്ട് ഭാഗത്തും വെക്കാൻ വേണ്ടി പറ്റൂല എന്ന് അവരോട് പറയണം, തുറന്ന് പറയാൻ വേണ്ടി തയ്യാറാവണം. അത് മുഖം നോക്കാതെ പറയാൻ വേണ്ടി തയ്യാറാവണം. അതോടൊപ്പം തന്നെ
പിന്നെ അത് ഒരു വൺ വേ ആക്കണം, കൃത്യമായിട്ട് വൺ വേ. അത് വൺ വേ ആണ്, പക്ഷെ അത് വൺ വേ ആയിട്ട് നടപ്പിലാക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ അതിന് തൊട്ട് ഓപ്പോസിറ്റിലെ കോപ്പറേറ്റ് സ്റ്റോറിന്റെ ഓപ്പോസിറ്റിലുള്ള റോഡ് ഉണ്ട്, ചെറിയൊരു റോഡ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫീസിലേക്ക് പോകുന്ന റോഡ്. ആ റോഡും വൺ വേ ആക്കണം. അതിന്റെ സൈഡിലൊക്കെ പിന്നെ വാഹനങ്ങൾ പാർക്ക് വെക്കുന്നതൊക്കെ നിയന്ത്രിക്കണം. പിന്നെ അവിടെ വാഹനങ്ങൾ പാർക്ക് വെക്കുന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കടുത്ത നിയന്ത്രണം ഇപ്പം വരുത്തിയേ പറ്റൂ. അത് പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. പാർക്കിംഗ് സൗകര്യമില്ലാത്ത കടകളാണ് ഇവിടെ പലതും ഉള്ളത് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് ആ റോഡ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾക്കറിയാം പിന്നെ പഴയ ബസ് സ്റ്റാൻഡിന്റെ പിന്നെ പിറകിലൂടെ CIT ഓഫീസ് ത്രൂ, അതുപോലെ തന്നെ തെക്കേ ബസാറിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട്. ആ ബസ്സുകൾ ഇപ്പം ആ ബസ്സുകൾ നമ്മുടെ ഇവിടെ പിന്നെ കുഞ്ഞിമംഗലം, അതുപോലെ തന്നെ പഴയങ്ങാടി, അങ്ങനെ ഹനുമാരമ്പലം ബസ്സാണ് ഇതിലേക്കൂടെ പോകേണ്ടത്. എന്നാൽ അതിലേക്കൂടെ ഇപ്പം പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ബസ്സാണ്. അത് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റോഡുകളിൽ എന്ന് പറഞ്ഞാൽ തങ്ങളാണ് കേമന്മാർ എന്ന് തെളിയിക്കുന്ന ചില കമ്പനി ബസ്സുകളാണ് ഇതിലേക്കൂടെ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിലൂടെയുള്ള ബസ് ഗതാഗതം തൽക്കാലം ഓണക്കാലത്ത് നിർത്തലാക്കണം. തെക്കേ ബസാറിലും പോലീസിന്റെ അല്ലെങ്കിൽ ഹോം ഗാർഡിന്റെ ഒരു സേവനം ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വടക്കേ ബസാറിൽ അവിടെയും പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അനധികൃതമായ പാർക്കിംഗ് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ ടൂ വീലറിനൊക്കെ പാർക്കിംഗ് സൗകര്യം മുൻകൂട്ടി തീരുമാനിക്കുക, എവിടെയൊക്കെ ടൂ വീലറിന് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ സംവിധാനം ബോർഡടക്കം വെച്ചിട്ട് തീരുമാനമെടുത്തിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണം. അങ്ങനെ ആയാൽ മാത്രമേ അങ്ങനെ പിന്നെ കൃത്യമായ എന്ന് പറഞ്ഞാൽ ബസ്സുകാർ ചെയ്യേണ്ടത് ബസ്സുകാർ ചെയ്യണം, ഓട്ടോക്കാർ ചെയ്യേണ്ടത് ഓട്ടോക്കാർ ചെയ്യണം, കച്ചവടക്കാർ ചെയ്യേണ്ടത് കച്ചവടക്കാർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പരസ്പരം സഹകരിച്ചിട്ട് നഗരസഭയും പോലീസും അതുപോലെ തന്നെ RTOയും എടുക്കുന്ന തീരുമാനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം. എടുത്ത തീരുമാനങ്ങൾ അണുകിട വ്യതിചലിക്കാതെ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവണം. കൊല്ലം ഇങ്ങനെയുള്ള മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനമെടുക്കും, അതൊക്കെ അട്ടത്ത് വെക്കുന്ന ഒരു പിന്നെ അഴകുഴമ്പൻ സമീപനമാണ് നഗരസഭയ്ക്കുള്ളത്. പോലീസും നഗരസഭയും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുക്കാൻ വേണ്ടി തയ്യാറാവണം. നഗരസഭ പലപ്പോഴും ചോദിക്കുന്ന സമയത്ത് പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ട് നടപ്പിലാക്കേണ്ട പോലീസാണ്. പോലീസ് കൈമാറുന്നത്, പോലീസിന് അങ്ങനെയൊന്നും കൈമാറാൻ വേണ്ടി പറ്റൂല. പയ്യന്നൂർ ടൗണിൽ പോലീസിന് അത്യാവശ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. DYSPയുടെ പിന്നെ നേതൃത്വത്തിൽ പിന്നെ ഒരു പോലീസുകാർ ഒരു സെന്റർ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാധാരണ സ്റ്റേഷനല്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ട്രാഫിക് സംവിധാനങ്ങളടക്കം സ്പെഷ്യൽ ടീം അടക്കമുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. പയ്യന്നൂരിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അടിയന്തരമായിട്ട് വേണ്ടതാണ്, അതിലൊരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. നിലവിലുള്ള പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹോം ഗാർഡിനൊക്കെ പിന്നെ അത്യാവശ്യം കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്നത് അതൊക്കെ എടുത്ത് അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ട് പയ്യന്നൂർ ടൗണ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മുൻകൂട്ടി പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരിലെ ടൗണിലേക്ക് ആള് വരും. അങ്ങനെ ടൗണിലേക്ക് ആള് വന്നാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും. കച്ചവടം ഉണ്ടായാലും ഓട്ടോക്കാർക്കും അതുപോലെ തന്നെ ബസ്സുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലോഡിംഗ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നമ്മുടെ സമസ്ത മേഖലയിലുള്ള ആളുകൾക്കും പിന്നെ അവരുടെ വരുമാനവും വർദ്ധിക്കും. അങ്ങനെ പയ്യന്നൂർ ടൗണിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓണക്കാലത്തെങ്കിലും നമ്മൾ തയ്യാറാവണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഈ വിഷയം സമഗ്രമായിട്ട് പിന്നെ പരിശോധിച്ച് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. നമ്മുടെ റോഡിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയേണ്ടി വരും അതൊക്കെ പിന്നീട് പറയും. നമ്മുടെ ബൈപ്പാസ് റോഡിലൊക്കെ പിന്നെ വണ്ടി മെല്ലെ പോയിട്ട് അതൊരു ബ്ലോക്കിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, കുലുങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് നഗരസഭ അടിയന്തരമായിട്ട് തകർന്നു കിടക്കുന്ന മുഴുവൻ റോഡുകളും പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ റിപ്പയർ ചെയ്ത് അതിൻ്റെയൊക്കെ തകരാറ് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാവണം. അത് ഓണത്തിന് മുമ്പ് എന്തായാലും നടക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. നമ്മുടെ ഓണാഘോഷം പയ്യന്നൂരിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സമസ്ത മേഖല തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു വരുമാന സ്രോതസ് ഓണത്തിലൂടെ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. കച്ചവടക്കാരങ്ങളോട് ഒരു ദയവ് ചെയ്തൊരു കാര്യം പറയാം, കൊള്ള ലാഭം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ മാന്യമായിട്ട് കച്ചവടം നമ്മുടെ നാട്ടിലെ ആളുകളോട് പെരുമാറണം. നമ്മളെ പയ്യന്നൂർ നഷ്ടപ്പെട്ട കച്ചവടം തിരിച്ചു പിടിക്കാൻ ആവശ്യമായ ഒരു ബുദ്ധി വിവേകം കച്ചവടക്കാർ കാണിക്കണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ചേംബറാണ്. ചേംബറിനെ കുറിച്ചിട്ട് പലതും പറയാനുണ്ട്, അത് വരും ദിവസങ്ങളിൽ പറയും എന്നാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.